വിവാദ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് കാട്ടി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. ബാലാവകാശ കമ്മീഷനും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. തനിക്കുണ്ടായ ദുരനുഭവം രാഹുലിന്റെ പേരെടുത്ത് പറയാതെ നടി റിനി ജോർജ് വെളിപ്പെടുത്തിയതിന് പിന്നാലെ കൂടുതൽ യുവതികൾ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. യുവതിയുമായുള്ള സംഭാഷണവും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും അടക്കം പുറത്തു വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചത്. അതേസമയം രാഹുലിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റം ന്യൂസ് 18 തുറന്നു പറഞ്ഞ് ട്രാൻസ് യുവതിയും രംഗത്തെത്തി. നടി റിനി ആൻഡ് ജോർജിന് പിന്നാലെ എഴുത്തുകാരി ഹണി ഭാസ്കരനും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ദുരനുഭവം തുറന്നു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നത്. ഗർഭചിത്രം സംബന്ധിച്ചാണ് ഇരുവരും സംസാരിക്കുന്നത്. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആരോടും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരെ ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. ഇരുവരും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായ യുവതിക്ക് അയച്ച ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ചോദിച്ചിട്ടും നമ്പർ നൽകാത്തതെന്തെന്ന മെസ്സഞ്ചർ സന്ദേശത്തിൽ യുവതിയോട് രാഹുൽ ചോദിക്കുന്നുണ്ട്. സൗന്ദര്യമുള്ളതിന്റെ അഹങ്കാരമാണ് യുവതിക്ക് എന്നും ചാറ്റിലുണ്ട്. കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്ത് വരികയും നേതാക്കൾ കൈവിടുകയും ചെയ്തതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിതനായത്. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ തെറ്റു ചെയ്തതുകൊണ്ടല്ല രാജി എന്ന ന്യായീകരണമാണ് നിരത്തുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല. എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. യുവനടി പറഞ്ഞത് തനിക്കെതിരെയാണെന്ന് കരുതുന്നില്ലെന്നും എഴുത്തുകാരി ഹണി ഭാസ്കരൻ ഉന്നയിച്ച ആരോപണം അവർ തന്നെ തെളിയിക്കട്ടെ എന്നുമാണ് രാഹുലിന്റെ പ്രതികരണം. ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിക്കുന്ന കാലമാണെന്നായിരുന്നു പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ച് രാഹുൽ പറയുന്നത്. ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം. അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. രാഹുലിന്റെ പ്രതികരണത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട നടി റിനി എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് പോരാട്ടമെന്ന് വ്യക്തമാക്കി. എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോൾ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. ഇതിനിടെയാണ് രാഹുലിനെതിരെ തുറന്നു പറച്ചിലുമായി ട്രാൻസ് യുവതിയും രംഗത്ത് വന്നത്. റേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞെന്ന് അവന്തിക ന്യൂസ് 18 പറഞ്ഞു. ദുരനുഭവം വെളിപ്പെടുത്തുമ്പോഴും അവന്തികയെ ഫോണിൽ വിളിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിരുന്നു. മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്
നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് രാഹുലിന്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അയാളുടെ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ്, ഒരാൾക്ക് അയക്കുന്ന മെസ്സേജാണ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന്. അത് ശരിക്കും അയാൾ ഒരു റേപ്പിസ്റ്റ് ആണ്. ഒഴിഞ്ഞ് പല കാരണങ്ങളും ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം എനിക്ക് ഭയമായിരുന്നു നാളെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നോർത്ത്. നല്ല രീതിക്കുള്ള ഭയമുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇത് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ എത്തരത്തിലാണ് എന്നെ ഇത് അഫക്ട് ചെയ്യാനുള്ള എനിക്കൊരു പ്രശ്നമുണ്ട്. വിവാദ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പോലീസിൽ പരാതി ലഭിച്ചത്. യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് കാട്ടി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ബാലാവകാശ കമ്മീഷനും ഷിൻഡോ പരാതി നൽകിയിട്ടുണ്ട്. എന്റെ പരാതി പറഞ്ഞാൽ ഈ ഓഡിയോ വന്നിട്ടുണ്ട്. ഓഡിയോയിൽ പറയുന്നത് ഒരു കുട്ടികളെ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ഈ സമൂഹത്തില് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിച്ചുള്ളത്. അത് എന്താണ് ഈ സമൂഹത്തിൽ നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ്. അത് കണ്ടപ്പോൾ ഒരു അഭിഭാഷകനായ ഞാൻ അതിനെതിരെ ഒരു പരാതി കൊടുത്തു. സംഭാഷണത്തിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം യുവതിയുമായി സംസാരിച്ചാകും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കുക. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും രാഹുലിനെതിരെ 6 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJP-യും DYFI-യും മാർച്ച് നടത്തി. അടൂരിലെ വീടിന് മുന്നിലും DYFI പ്രതിഷേധിച്ചു. അതേസമയം വെളിപ്പെടുത്തൽ നടത്തിയ യുവതികൾക്ക് നേരെ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.